ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കൂൾ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSN കോഡാണ്. GST എന്താണ് HSN കോഡ്? നമ്മളിപ്പോൾ GST സിനാരി വരുമ്പോൾ HSN കോഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മുമ്പൊന്നും എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് ബില്ലുകളിൽ മാത്രമാണ് HSN കോഡ് മെയിൻറ്റെയിൻ ചെയ്യാറ്. GST സിനാരിയിൽ നമ്മൾ GST പോർട്ടലിലെ ടാക്സ് റേറ്റ് എല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ളത് HSN കോഡ് വെച്ചിട്ടാണ്. HSN കോഡ് എന്ന് പറയുന്നത് ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ, അതായത് ഓൾ ഓവർ വേൾഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോഡാണ്. ഒരു 8 ഡിജിറ്റ് കോഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഓരോ ഐറ്റത്തിന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡാണ്. ഇത് വേൾഡ് കസ്റ്റം ഓർഗനൈസേഷൻ 1971 ഇന്ത്യ അതിൽ മെമ്പർ ആയിട്ടുള്ളത്. ഇന്ത്യയിലെ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് സെൻട്രൽ ടാക്സ് എക്സൈസിന് വേണ്ടി നമ്മൾ ഡിജിറ്റ് ഉപയോഗിക്കാറുണ്ട്. 8 ഡിജിറ്റാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി, ഒരു പ്രൊഡക്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് HSN കോഡിൽ സ്ട്രക്ചർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചാപ്റ്റർ, ഹെഡിങ്, സബ് ഹെഡിങ് തിരിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുക, 10th ചാപ്റ്ററിലാണ് വരുന്നത് വെജിറ്റബിൾ പ്രോഡക്റ്റ്. അതിന്റെ സബ് ഹെഡിങ് എന്ന് പറയുന്നത് 10.06 റൈസ് ആണെങ്കിൽ അതിന്റെ വീണ്ടും താഴേക്ക് വരുമ്പോൾ സെമി മീൽഡോ ഒലിവ് മീൽഡോ അല്ലെങ്കിൽ റൈസ് ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിൽ 0.030. സോ നമ്മളൊരു ഹെഡിങ്ങിൽ വരികയാണെങ്കിൽ 10.0630 എന്ന് പറയുമ്പോൾ എന്താണ് ലാസ്റ്റ് പ്രോഡക്റ്റ്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കോഡ് ചെയ്യാൻ സാധിക്കും. അതാണ് GST സിനാരിയോയിൽ പറയുന്നത്. GST സിനാരിയോയിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യണം? GST സിനാരിയോയിൽ വരുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് HSN കോഡൊന്നും ഡിഫറെന്റ് സിനാരിയോയിൽ വെച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ സർവീസ് റിലേറ്റഡ് ആണെങ്കിൽ SAC കോഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കോമ്പോസിഷൻ ഡീലർക്കൊന്നും ഈ കോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ചില ബിസിനസ്സുകാർക്കും ആവശ്യമില്ല. അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഓപ്ഷൻ വെച്ചാൽ 1 കോടിയുടെ 1.5 കോടിയാണ് മുമ്പത്തെ വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 ചെയ്യേണ്ട ആവശ്യമില്ല, HSN കോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയത്ത് കഴിഞ്ഞ വർഷം 1.5 മുതൽ 5 കോടി വരെ ടേൺ ഓവർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർ HSN 2 ഡിജിറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 2 ഡിജിറ്റ് പറയുന്ന ചാപ്റ്റർ ആണ്, അതായത് ഫസ്റ്റ് 2 ഡിജിറ്റ് ഉപയോഗിക്കും. അതേപോലെ 5 കോടിയുടെ മുകളിൽ ടേൺ ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 4 ഡിജിറ്റാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ എക്സ്പോർട്ട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ 8 ഡിജിറ്റാണ് ഉപയോഗിക്കുന്നത് കോഡ്. അതേപോലെ രണ്ടാമത്തെ വർഷം, അതായത് അടുത്ത കൊല്ലം തൊട്ട് GST ഉപയോഗിക്കുന്ന വെച്ചാൽ 1.5 കോടിയിൽ താഴെ ടേൺ ഓവർ 2 ഡിജിറ്റും, 1.5 മുതൽ 5 കോടി ടേൺ ഓവർ ഉപയോഗിക്കുന്ന 4 ഡിജിറ്റും, അതേപോലെ 5 കോടിയുടെ മുകളിലാണെങ്കിൽ 8 ഡിജിറ്റാണ് നമുക്ക് അടുത്ത വർഷം തൊട്ട് HSN കോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. HSN കോഡിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ താഴെ ഓർത്തല്ല 2 ഡിജിറ്റിന് ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ ഹെഡിങ് ആണ്. ഇപ്പൊ നമ്മൾ മുമ്പ് വെജിറ്റബിൾ കണ്ട പോലെ തന്നെ അല്ലെങ്കിൽ 10 ചാപ്റ്റർ നമ്പർ ഉണ്ടത്. സോ ആ 10 ഉപയോഗിച്ചാൽ മതി HSN കോഡായിട്ട്. അതായത് 1.5 കോടി താഴെയുള്ളത്. അതിന്റെ മുകളിൽ ഒരു ഉപയോഗിക്കേണ്ട വെച്ചാൽ പ്ലസ് ഹെഡിങ്, അതായത് ഹെഡിങ് 2 ഡിജിറ്റോട് കൂടും, 4 ഡിജിറ്റ് ആവും. അവർ ഉപയോഗിക്കേണ്ടത് പറഞ്ഞാൽ 10.06 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ പറഞ്ഞത് 03, പിന്നെ അത് 8 ഡിജിറ്റ് ആയിട്ട് വരും. ഇത് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഒരു ചെറിയൊരു സിനാരിയോ കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെൽമെറ്റ് ആണ് വിചാരിക്കുക. ഹെൽമെറ്റിന്റെ HSN കോഡ് 65061010 ആണ്, ഫുൾ 8 ഡിജിറ്റ് കോഡ്. ഇത് എങ്ങനെ ഉപയോഗിക്കാൻ വെച്ചാൽ ഇപ്പൊ ഒരു കമ്പനി ടേൺ ഓവർ 1.5 കോടി മുതൽ 5 കോടി വരെ ടേൺ ഓവർ ആണ് വിചാരിക്കുക. അവർ ഉപയോഗിക്കേണ്ട HSN കോഡിന് 65 ഉപയോഗിച്ചാൽ, അതായത് ഫസ്റ്റ് 2 ചാപ്റ്ററിന്റെ ഡിജിറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. അഥവാ ഇപ്പൊ ഇവരുടെ ടേൺ ഓവർ 5 കോടിയുടെ മുകളിലാണെങ്കിൽ അവർ ഉപയോഗിക്കേണ്ടത് 6506, അതായത് 4 ഡിജിറ്റാണ് ഉപയോഗിക്കേണ്ടത്. ചാപ്റ്റർ ഹെഡിങ്ങും അതേപോലെ അതിന്റെ സബ് ഹെഡിങ്ങും ഉപയോഗിക്കും. കേസ് മൂന്നാമത്തെ സിനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഡീലറാണ് വിചാരിക്കുക. എക്സ്പോർട്ട് ഡീലർ ഉപയോഗിക്കേണ്ടത് HSN കോഡ് ഫുൾ 8 ഡിജിറ്റ് കോഡും ഉപയോഗിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് സിനാരിയോ. കാരണം HSN കോഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മൈഗ്രേഷൻ പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ ടാലിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ടാലിയിലും സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ ഓരോ ഐറ്റം ബേസും HSN കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. HSN കോഡ് നമുക്ക് ഓൾറെഡി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ HSN കോഡിനൊരു ഇതുണ്ട്, ഫയലുണ്ട്. ആ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അവിടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് വെച്ചിട്ടാണ് നമുക്ക് ടാക്സ് റേറ്റും ഈസി ആയിട്ട് കണ്ടെത്തുക. ഏതാണ് HSN കോഡ്, അതിന്റെ കറക്റ്റ് ടാക്സ് റേറ്റും നമുക്ക് അവിടെ ലഭിക്കും. സോ ഇത്രയും കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്ററാണ് HSN കോഡ്. സോ ഇത് നന്നായി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫയലിംഗ് സമയത്തും ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനാരിയോ കൊടുത്തിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.